കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനകളിടഞ്ഞത് എന്തുകൊണ്ടാണ്? സ്വമേധയാ ഇടപെട്ട കോടതി ചോദിക്കുന്നു, ആരെ കുറ്റപ്പെടുത്തണം, ആരാണ് ഉത്തരവാദി, ആർക്കെതിരെ കേസെടുക്കണമെന്ന്. ഇത്ര ദൂരേക്ക് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആനകളെ എഴുന്നള്ളിപ്പിന് അയച്ചതിനെക്കുറിച്ച് ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ കോടതിയിലെത്തി വിശദീകരണം നൽകണം. ആന എഴുന്നള്ളിപ്പിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘിക്കപ്പെട്ടുവെന്ന് വനം വകുപ്പ് പറയുന്നു. പടക്കം കേട്ട് ആന പേടിച്ചുവെന്ന് വനമന്ത്രി പറയുമ്പോൾ വളരെ ദൂരെ നിന്നാണ് പടക്കം പൊട്ടിച്ചതെന്നാണ് ക്ഷേത്രസമിതിയുടെ വിശദീകരണം. ന്യായങ്ങൾ നിരവധി നിരത്തിയാലും 3 വൃദ്ധരുടെ ജീവൻ പൊലിഞ്ഞുകഴിഞ്ഞു. 35 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഉത്സവ ദുരന്തങ്ങൾ വെടിക്കെട്ടായും ആനയുടെ ആക്രമണങ്ങളായും തുടരുമ്പോൾ മനുഷ്യജീവനേക്കാൾ വലിയ ആചാരവാദികളെ നിലയ്ക്ക് നിർത്തേണ്ടേ? ആന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ വത്സൻ ചെമ്പക്കര, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി, NV ബാലകൃഷ്ണൻ ദൃക്സാക്ഷിയാണ്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ, ഡോക്ടർ PK സുമോദൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം പറഞ്ഞ പേരിലേക്ക് പോവുകയാണ്. ശ്രീ വത്സൻ ചെമ്പക്കര, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ വത്സൻ, ഇപ്പോൾ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു കൊയിലാണ്ടിയിലെ ഉത്സവത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്ന രീതികൾ തന്നെയാണ് അവിടെയും അവലംബിച്ചത്. പക്ഷേ ആക്രമണകാരിയായ ആന അവിടെ 3 ജീവനുകൾ എടുക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. അപ്പോൾ ഈ നാട്ടാന പരിപാലന ചട്ടം പ്രത്യക്ഷത്തിൽ തന്നെ ലംഘിച്ചു എന്നാണിപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. എവിടെയാണ് നാട്ടാന പരിപാലന ചട്ടം പാലിക്കപ്പെടാറുള്ളത്? നമസ്കാരം. ആദ്യം തന്നെ പറയട്ടെ, കൊയിലാണ്ടി മണക്കുളങ്ങര ദേവീക്ഷേത്രത്തിലുണ്ടായ അതിദാരുണമായിട്ടുള്ള അപകടത്തിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ വളരെയധികം ദുഃഖിക്കുന്നു. അവരുടെ ബന്ധുക്കളുടെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. കൊയിലാണ്ടി ക്ഷേത്രത്തിലുണ്ടായ ഈ ഉത്സവ എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നാട്ടാന പരിപാലന ചട്ടത്തിലെ ഏത് ചട്ടമാണ് ലംഘിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ആനകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിശ്ചയിച്ചിരിക്കുന്നത് ജില്ലാ നിബന്ധന പാലിച്ചിട്ടില്ല എന്ന് വനമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ്. ശ്രീ വത്സൻ, ഇന്നിപ്പോൾ വനമന്ത്രി പറഞ്ഞിരിക്കുന്നതാണ്, ആനകൾക്ക് ഇടച്ചങ്ങല ഇടണമെന്ന നിർദ്ദേശമുണ്ട്, അത് പാലിച്ചിട്ടില്ല. വെടിക്കെട്ട് നടത്തിയത് അശ്രദ്ധമായിട്ടാണ്. അപ്പോൾ അതിനാണ് നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ, ആനയുടമകൾ ഒക്കെ ഉത്തരവാദികളാണ്. ആനയെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ ഇടച്ചങ്ങല ഇടണം എന്നുള്ളത് നിർബന്ധമാണ്. ആനയെ നിർത്തി എഴുന്നള്ളിക്കുമ്പോൾ കൂച്ചുവിലങ്ങിടുക, അതേപോലെ നടയിൽ ഇടകൊളുത്തുക, അമരത്ത് ഇടകൊളുത്തുക എന്നുള്ളത് പതിവാണ്. പക്ഷേ തിടമ്പേറ്റി ഒരു ആന പ്രദക്ഷിണത്തിനായി പോകുന്ന സമയത്താണ് അപകടമുണ്ടായിട്ടുള്ളത്. തിടമ്പേറ്റി ഗുരുവായൂർ ഗോകുൽ, പീതാംബരൻ എന്ന് പറയുന്ന ആനകളാണ്, 2 ആനകളാണ് തിടമ്പേറ്റി നിൽക്കുന്നത്. ആനകൾ നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, 4 മീറ്റർ ദൂരമെങ്കിലും ആനകൾ തമ്മിലുണ്ട്. ആദ്യമായി തിടമ്പേറ്റിയ ആന നടന്നു നീങ്ങുമ്പോൾ അറിയാം, ഇടച്ചങ്ങല നടയിലെ ഇട അഴിച്ചിട്ടാണ് ആനകൾ നടക്കുക. അമരത്തെ ഇട ലൂസാക്കി കൊളുത്തുന്നുണ്ടാവും, അത് കൊളുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഗോകുലാന മുന്നിലോട്ട് നടക്കുകയും അതിനുശേഷം പീതാംബരനാനയെ മുൻകാലിലെ ഇടക്കുളത്ത് ഊരിക്കൊണ്ട് ആന പീതാംബരാനയെ മറികടന്നുകൊണ്ട് ഇടതുവശത്ത് കൂടി, ആ നടപ്പന്തലിൻ്റെ ഇടതുവശത്ത് കൂടി, ഈ പീതാംബരനാനയുടെ ഇടതുവശത്ത് കൂടി പീതാംബരനാനയെ മറികടക്കുന്ന സമയത്താണ് ആന കുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആന നടക്കുന്ന സമയത്ത് മുന്നിലെ നട പൂട്ടാറില്ല. നട പൂട്ടിയാൽ ആനയ്ക്ക് നടക്കാൻ സാധിക്കില്ല. ആന അങ്ങനെ ഗോകുലാനയെ മറികടക്കുന്ന സമയത്താണ് ആന കുത്തുന്നത്. അത് ആ ആനയുടെ ആ സമയത്തെ മാനസികാവസ്ഥ, അതുപോലെ തന്നെ ആനയ്ക്ക് കോളുണ്ടോ, മതപ്പാടിന് വേണ്ട ലക്ഷണങ്ങളുണ്ടോ എന്ന് ഉണ്ടായിരുന്നോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ. താങ്കളിപ്പോൾ പറയുന്നത് ഈ ഇടച്ചങ്ങല പ്രായോഗികമല്ല എന്നാണോ? ആന എഴുന്നള്ളിച്ചു കഴിഞ്ഞാൽ ആനയെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇടച്ചങ്ങല പ്രായോഗികമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ആന നടക്കുമ്പോൾ എങ്ങനെയാണ് മുന്നിലെ നമ്മുടെ 2 കാലും കൂട്ടിക്കെട്ടി കഴിഞ്ഞാൽ നടക്കാൻ എങ്ങനെയാണ് സാധിക്കുക? ആന തിടമ്പേറ്റി പ്രദക്ഷിണം ചെയ്യണം. ആന പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നടയിലെ ആന നിർത്തി എഴുന്നള്ളിച്ച് മേളം നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആനയെ നട കൊളുത്താറുണ്ട്, കൂട്ടി കൊളുത്താറുണ്ട്. അമരത്ത് ക്ലോസ് ആയിട്ട് ചങ്ങല കൊളുത്താറുണ്ട്.
അമരം എന്ന് പറയുന്നത് പിൻകാലുകളാണ്. പിൻകാലുകൾ ലൂസാക്കിയിട്ടാണ് കൊളുത്തുക. അത് നിൽക്കുന്ന സമയത്ത് ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്നതിനും ചെറിയ മൂവ്മെൻറ്റുകൾ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ലൂസാക്കി കൊളുത്തുന്നത്. മുന്നിലെ നട എന്ന് പറയുന്ന മുൻകാലുകൾ എന്ന് പറയുന്നത് കൂട്ടിബന്ധിക്കാറുണ്ട്. പക്ഷേ ആന പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് മുൻകാലുകളുടെ ചങ്ങല ആ ഒരു കാലിലെ ചങ്ങല മറ്റേ കാലിലേക്ക് പകർത്തി കൊളുത്തിയിട്ടാണ് ആന നടത്താറ്. അത് മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഉത്സവത്തിനെത്തുന്നവർ സ്വന്തം റിസ്കിൽ വന്നുകൊള്ളണം എന്നതാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കോടതിയും ചോദിക്കുകയാണ്, ആരോട് ചോദിക്കണം, എന്ത് ചോദിക്കണം, ആരാണ് ഉത്തരവാദി എന്ന് എങ്ങനെയാണ് അറിയാനാവുക എന്ന് കോടതിയും സംശയിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന് ഇത്തരത്തിലുള്ള അർത്ഥമില്ല. 2012 നാട്ടാന പരിപാലന ചട്ടം എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായി ആനകളെ എഴുന്നള്ളിക്കുന്നതിനും അതോടൊപ്പം തന്നെ പ്രായോഗിക സമീപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചട്ടവുമാണ് 2012 നാട്ടാന പരിപാലന ചട്ടം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും പാലിക്കപ്പെടുക എന്നുള്ളത് ക്ഷേത്ര കമ്മിറ്റിയും അതേപോലെ തന്നെ വനം വകുപ്പ് അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് വനം വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ആനകളെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ആനകളെ മത്സരിപ്പിക്കുന്ന സമയത്ത്, ആനകളെ തലകുത്തി പൊക്കി മത്സരിപ്പിക്കുന്ന സമയത്ത്, അനാവശ്യമായിട്ടുള്ള പ്രവണതകൾ നടത്തുന്ന സമയത്ത് ആനയുടെ കണ്ണിലേക്ക് ലേസർ പ്രകാശം ജ്വലിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം തടയുവാനോ അല്ലെങ്കിൽ പലവട്ടം ഞാൻ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ പാലക്കാട് നടന്നിട്ടുള്ള പല എഴുന്നള്ളിപ്പുകൾക്കും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DFI വിളിച്ചു പറഞ്ഞിട്ട് നടക്കാണ്ട് PCSFനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇവരെല്ലാം ക്രിയാത്മകമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വനം വകുപ്പ് ഒരു സ്ഥലത്ത് ഞാൻ പേരോർക്കുന്നില്ല, പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു 10 ദിവസമായിട്ടുണ്ടാവും. അവിടെ 14 ആനയ്ക്ക് അനുമതിയുള്ള സ്ഥലത്ത് 18 ആനയെ കൊണ്ടുവന്നു. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന നിലയിൽ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി, സെൻട്രൽ കമ്മിറ്റി എന്നെ വിളിച്ചു പറഞ്ഞു, ഇവർ കേൾക്കുന്നില്ല, ദേശ കമ്മിറ്റികൾ കേൾക്കുന്നില്ല, അവർ ആനയെ അധികമായി കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ DFIനെ വിളിച്ച് നടപടി ഉണ്ടായില്ല. തുടർന്ന് ചീഫ് ലൈഫ് വാർഡനെ തന്നെ വിളിച്ചു പറഞ്ഞു. ചീഫ് ലൈഫ് വാർഡൻ അന്വേഷിക്കാൻ ഉത്തരവിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആനകളെ പറഞ്ഞയച്ച് ബാക്കി ആനകൾ എഴുന്നള്ളിക്കുകയും അവിടെ ആനകൾ കൂടുതലായിട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പല പ്രാവശ്യവും ആനകൾ തമ്മിൽ തലകുത്തിപ്പൊക്കി മത്സരിക്കുന്ന സമയത്ത് അത് വീഡിയോ സഹിതം അയച്ചിട്ടും ACFമാർ നടപടിയെടുക്കുന്നില്ല. ഞാൻ ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് തൃശ്ശൂരിൽ. അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് പോലും നടപടിയെടുക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ചട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അവർക്ക് ഔദ്യോഗികമായി പോലീസോ ഫോറസ്റ്റോ അതിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല. ഒരു പരാതി തന്നെ ശരി, ഇതെല്ലാം വനവകുപ്പിന്റെ ഒരു കുഴപ്പമായി പറയാൻ എളുപ്പമാണ്.